ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളുടെ സൺ സൈനും മൂൺ സൈൻ അസെൻഡൻറ്റ് സൈൻ എല്ലാം ലിയോ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങളുടെ സൺ സൈൻ വേറെയാണ്, മൂൺ സൈൻ വേറെയാണ് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടും വീഡിയോസ് കാണേണ്ടി വരും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ. അപ്പോൾ ഇത് എല്ലാം 3 സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സും ഞാൻ ചെയ്യാറുണ്ട്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷന് വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് മേജർ തീം ഈ മാസം നമ്മൾക്ക് നോക്കാം. മേജർ തീം നിങ്ങളുടെ ഈ മാസം, നിങ്ങളുടെ മേജർ തീമാണ് ലവ്. ഓക്കെ, അപ്പോൾ അതിലാണ് നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഉണ്ടാവാൻ പോണത്. അതല്ല വെച്ചാൽ ഈ മെസ്സേജ് മേ ബി ലവ് റിലേറ്റഡ് ആയിരിക്കാം. അപ്പോൾ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ കാർഡ്സിൻ്റെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം? നിങ്ങളുടെ മെസ്സേജാണ് ക്ലോ. ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്സ്. അപ്പോൾ ഈ മാസം റിസ്ക് ഒട്ടും എടുക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. ഒരു കാര്യത്തിലും പറഞ്ഞാൽ ഫിനാൻഷ്യൽ, റിലേഷൻഷിപ്പ്, ഒന്നിലും റിസ്ക് എടുക്കരുത്. ബൂട്ട് എഴുതിയിട്ട് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വോണ്ട് ടു അച്ചീവ് യുവർ ഗോൾ. അപ്പോൾ ഒരു നിങ്ങളെന്തെങ്കിലും ഒരു ഗോളുണ്ട് മനസ്സിൽ, അതിൽ ബ്ലോക്സ് ഉണ്ട് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ എഫേർട്ട് ഇൻക്രീസ് ചെയ്യാനാണ് പറയണത്, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? യങ്ങർ വുമൻ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ വുമൻ. അപ്പോൾ ഏതോ ഒരു യങ്ങർ വുമൻ്റെ കൂടെ ഡീലിങ്സ് ഉണ്ടാവും ഈ മാസം. ഫിനാൻഷ്യൽ ഡീലിങ്സ് ആയിരിക്കാം, പേഴ്സണൽ ഡീലിങ്സ് ആയിരിക്കാം. ഇവിടെ കാറ്റർപില്ലർ ഉണ്ട്. തിങ്സ് വിൽ നോട്ട് ഓൾവേസ് ബി ദിസ് വേ, എ ചേഞ്ച് ഇസ് കമ്മിങ്. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ ഈ ബ്ലോക്സ് ഒക്കെ മാറാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ടാരോ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. എന്താണ് ഓവറോൾ എനർജി ലിയോയ്ക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ? ഓവറോൾ എനർജി എംപ്രസ് ആണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ്, കറണ്ട് എനർജിയിൽ കിങ് ഓഫ് വാൻഡ്സ്, ഫ്യൂച്ചറിൽ 7 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ടെമ്പറൻസ്. അഡ്വൈസ് നിങ്ങൾക്ക് സൺ, ലിയോ എനർജി. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് ഈ മാസം 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ ലിയോ, എംപ്രസ് എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ മാസം കുറേ ഒരു ആക്ഷൻ എടുക്കണ മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഫെർട്ടിലിറ്റി ഉണ്ട്, കുറേ പ്രോഗ്രസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്. അപ്പോൾ സക്സസ് ഉണ്ട് ഈ മാസം. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് സക്സസ് ഉണ്ടാവും, കുറേ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ഫെമിനിൻ എനർജിയും കൂടിയാണ്. അപ്പോൾ പ്രഗ്നൻസിയുടെ എനർജിയും ഇവിടെ കാണാണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട വെച്ചാൽ ഈ മാസം ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് മേ ബി ഇത് നിങ്ങളുടെ വൈഫ് ഇല്ല വെച്ചാൽ മദറിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ എന്താണ് ഈ എംപ്രസ് എനർജി ഇവിടെ?
4 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇവിടെ എംപറർ ഉണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഈ മാസം എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്. ആൻഡ് ഇവിടെ എംപററും എംപ്രസും ഒരു ഡിവൈൻ പെയറിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മാരിഡ് അല്ലാച്ചാലും ഇതൊരു സ്ട്രോങ് കണക്ഷനാണ്. നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലാണ്, ഇല്ലച്ചാൽ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെച്ചാലും ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഈ മാസം ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് പാസ്റ്റിൽ. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് പാസ്റ്റിൽ ആദ്യം ഒരു ഫാമിലിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ്? ഇവിടെ ഫൂൾ എനർജി ഉണ്ട്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണാണ്ട്, ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പൈസീസ് എനർജി, അക്വേറിയസ് എനർജി ഉണ്ട്. ഞാൻ കാണുന്നത് എന്തോ ഒരു സീക്രട്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ സീക്രട്ട് നിങ്ങളുടെ സീക്രട്ട് ആയിരിക്കാം, ഇല്ല നിങ്ങളുടെ പാർട്ട്ണറുടെ സീക്രട്ട് ആവാം. ഈ ഹൈ പ്രീസ്റ്റസ് എനർജി എന്താണ്? ഡെത്ത് എനർജി ഉണ്ട് അവിടെ. അപ്പോൾ ഡെത്ത് ഒരു ചേഞ്ച്, ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ്, ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. ഓക്കെ, ഈ എൻഡിങ് ഇപ്പോൾ ഒരു ഫാമിലി സിറ്റുവേഷനിൽ എൻഡിങ് ആയിരുന്നോ, അതല്ല ഒരു റിലേഷൻഷിപ്പിൽ എൻഡിങ് ആയിരുന്നോ, അത് എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻഡിങ് അല്ലച്ചാൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ കിങ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വോൺസ് ഇപ്പോൾ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കണു ഒരു കാര്യത്തിൽ, കുറേ പാഷൻ്റെ കൂടെ മുമ്പോട്ട് പോകണു. എന്താണ് ഈ കിങ് ഓഫ് വോൺസ്? ചാരിയറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മുമ്പോട്ട് പോകണു, നിങ്ങളുടെ ചില ഗോൾസ് ഒക്കെ ഉണ്ട് ലൈഫിൽ. നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും ഈ മാസം, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചോയ്സും കാണാണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. നിങ്ങൾ പോണത് മേ ബി നിങ്ങളുടെ ഈ ട്രാവൽ മേ ബി ഒരു ജോബ് റിലേറ്റഡ് ട്രാവൽ ആയിരിക്കാം. ഇത് റൊമാൻറ്റിക് ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോറസ് എനർജി കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വന്നിട്ടുണ്ടാവും, ആ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ പേഴ്സണെ മീറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 7 ഓഫ് വോൺസ് ആണ്. അപ്പോൾ 7 ഓഫ് വോൺസ് എന്തോ ഒരു ബ്ലോക്കിൻ്റെ എനർജിയാണ്. എന്താണ് ഈ ബ്ലോക്ക്? സ്ട്രെങ്ത്. അപ്പോൾ ചില ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വെച്ചാൽ കരിയറിലാവാം. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ചില ബ്ലോക്സ് ഉണ്ടായാലും അതിനെ പറഞ്ഞ പേഷ്യൻസ് വിടരുത്. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചൊരു പേഷ്യൻസ് വേണം. അതുമാത്രമല്ല ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്, ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ് ഇവിടെ, നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഇതെങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല നിങ്ങൾക്ക്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്, ആൻഡ് ബോൾഡായിട്ട് മുമ്പോട്ട് പോകാനാണ് പറയണത്. കുറച്ച് ചാലഞ്ചസ് ഉണ്ടായാലും അത് വേഗം തീരും, അതാണ് ഇവിടെ യൂണിവേഴ്സ് മെസ്സേജ് തരണത്. ടെമ്പറൻസ് എനർജിയുണ്ട് ഇവിടെ നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ സാജിറ്റേറിയസ് എനർജിയാണ് ഇവിടെ ചാലഞ്ച്. നിങ്ങൾക്ക് ഈ മാസം ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇവിടെ 2 ആൾക്കാർ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേണം നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ പോകാൻ. അപ്പോൾ അതാണ് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടത്, ഏത് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോണു വേറൊരു റിലേഷൻഷിപ്പിലേക്ക്. പക്ഷെ അതൊരു ഡിഫിക്കൾട്ട് ചോയ്സാണ്, ഒരു ഡിഫിക്കൾട്ട് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ആൻഡ് അത് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. സൺ ആണ്, ലിയോ എനർജി നിങ്ങളുടെ എനർജിയാണ്. ഇത് അഡ്വൈസ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ എല്ലാം ക്ലാരിറ്റിയുടെ കൂടെ എടുക്കണം, ക്ലിയർ ആയിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ. ഈ ഡെവിൽ എനർജി എന്താണ്? കാപ്രിക്കോൺ എനർജി. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ട് ഇവിടെ, എന്തോ ഒരു എന്താ പറയുക, ഒരു ഡിസെപ്ഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ഇപ്പോൾ തിരിച്ചു പോകാനുള്ള ചാൻസ് ഇല്ല ആ സിറ്റുവേഷനിൽ.
അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അത് മനസ്സിലാക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളാണ് ഇത് ചെയ്യണത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ വന്നുകൊണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് വെച്ചാൽ അതിൽ കുറേ പെയിൻ ഉണ്ടാകും, അതിൽ കുറേ സഫറിങ് നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് പിന്നെ എക്നോളജ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് മൂവ് ഓൺ ചെയ്യുക. ഇത് വേറെ ഏതോ ഒരു പേഴ്സണിൻ്റെ ലൈഫ് തന്നെ നിങ്ങളുടെ പാർട്ട്ണറാണ് ഇങ്ങനെ ചെയ്യണത് വെച്ചാൽ നിങ്ങളെ ചതിച്ചു, നിങ്ങളെ ബിട്രേ ചെയ്തു, അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ട് വെച്ചാൽ യൂണിവേഴ്സ് പറയേണ്ടത് അതുതന്നെയാണ്, ഇതിന് ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. നിങ്ങൾക്ക് സർപ്രൈസ് ഫാക്ടർ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ മാസം. അപ്പോൾ ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ലോ പ്രോഗ്രസ് ആണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് എഫേർട്ട് ഇടേണ്ട എനർജിയാണ്. നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഞാൻ കാണുന്നത് കുറേ ഹാർഡ് വർക്ക് ഉണ്ട്, കുറേ എഫേർട്ട് ഇടേണ്ടി വരും. കാര്യങ്ങൾ കുറേ സ്ലോ ആയിട്ടാണ് മുമ്പോട്ട് പോണേ. പക്ഷെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഓപ്പർച്യൂണിറ്റി ട്രാവൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി ആവാം. എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. പറഞ്ഞാൽ അങ്ങനെ അത്ര സമയം കിട്ടില്ല ഡിസിഷൻ എടുക്കാൻ. കുറേ കൺഫ്യൂസ്ഡ് മനസ്സാണ് നിങ്ങളുടെ മനസ്സിൽ, കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ ഈ മാസം അതുകൊണ്ടാണ് ഇവിടെ ചാലഞ്ചസ് ഉണ്ടാവും എന്ന് യൂണിവേഴ്സ് പറയണത്. എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു കൺഫ്യൂഷൻ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. 8 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഇവിടെ. കുറേ ട്രാവൽ എനർജി കാണാണ്ട്, കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പോൾ മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് കൊണ്ടുവരണത്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. വാട്ടർ സൈൻ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഉണ്ട്. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതോ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കാണ് പോണത്. ഓക്കെ, ഈ മാസം ആ തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കുറേ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി കാണാണ്ട്, കാപ്രിക്കോൺ, ജെമിനൈ, ഏരീസ് കാണാണ്ട്. അപ്പോൾ അതൊക്കെയാണ് മേജർ സൈൻസ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ടോറസും ഉണ്ടായിരുന്നു, ടോറസ്, പൈസീസ്, അക്വേരിയസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് ഇഷ്ടമായിച്ച ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിനെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.